അപ്പോൾ ലാലേട്ടൻ്റെ ബറോസിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ ഞാൻ കണ്ടു. എന്തോ 2 മണിക്കൂർ എന്തോ ആയിട്ടുള്ളൂ വന്നിട്ട്. സത്യസന്ധമായിട്ട് പറയാമല്ല, ഇത്തവണ കുറച്ചുകൂടി മെച്ചമായിട്ട് ഫീൽ ചെയ്ത്. എസ്പെഷ്യലി കുറച്ച് മേക്കിങ്ങിൻ്റെ ഇത് കാണിച്ചപ്പോഴൊക്കെ അത്യാവശ്യം വൃത്തിക്ക് പണിയെടുത്തതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി കുറേ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു ഇതിനകത്ത് ടോപ്പ് ഓഫ് ദ ലൈൻ 3D ക്യാമറ വെച്ചാണ് അത് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇതുവരെ മലയാളത്തിൽ യൂസ് ചെയ്യാത്ത വിധത്തിൽ അത്രയും ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നതെന്നാണ് പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം. പിന്നെ സന്തോഷ് ശിവനും ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സാധാരണ സിനിമയായിരിക്കില്ല, നല്ല രീതിയിൽ പണിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നൊക്കെയാണ് ലാലേട്ടനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് അതിൻ്റെതായ രീതിയിൽ സമയമെടുത്ത് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ എനിക്ക് ഇതിൻ്റെ മേക്കിംഗ് കണ്ടപ്പോഴേക്കും നല്ല രീതിയിൽ പണിയെടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ആ മേക്കിംഗ് വീഡിയോസിൻ്റെ ചെറിയ ചെറിയ ഗ്ലിംസസ് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എക്സലൻറ്റ് നമ്മുടെ സെറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയൊരു കൈയടി എനിക്ക് ഇപ്പം തന്നെ പറയാൻ പറ്റും. നല്ല കിഡിലൻ ആർട്ട് വർക്കൊക്കെ കാണുന്നുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ പണിയെടുത്തായിട്ടൊക്കെ കാണുന്നുണ്ട്. സിനിമ എന്തായാലും വരട്ടെ, ട്രെയിലർ വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ പറയാം. പക്ഷേ അപ്പോഴും ഞാനൊരു കാര്യം പറയാം. ആദ്യമായിട്ട് ഈ സിനിമ ലോഞ്ച് ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു 1 മിനിറ്റിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ വരുന്ന ഒരു ചെറിയൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്ലിംസ്. അതിനകത്ത് ഡിഗാമ തമ്പുരാൻ്റെ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ആ ലെവലിൽ ഡയലോഗ്സ് ഈ പടത്തിൽ വെക്കാതിരുന്നാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ ലാലേട്ടന് മുട്ടൻ ട്രോളായിരുന്നു. നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ആൾക്കാർ ആ വീഡിയോ സ്വീകരിച്ചത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഡയലോഗ് ഡെലിവറി സൂട്ട് ആവുന്നില്ല എന്നുള്ള കാര്യം ഇപ്പം തന്നെ അവർ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് തിരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുമാതിരി ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് തിയേറ്ററിൽ ഭയങ്കര കൂല് കിട്ടാനുള്ള ചാൻസുകളുണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യണതാണ്. എനിക്കത് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഡയലോഗ് ഡെലിവറി. അതിനകത്ത് ഇങ്ങനെ ബറോസ് പപ്പ എന്ന് പറയുമ്പോഴേക്കും ഒരുമാതിരി ഭയങ്കര ഡ്രമാറ്റിക്, ഭയങ്കര ആർട്ടിഫിഷ്യൽ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഡിഗാമ തമ്പുരാൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ പറഞ്ഞൊരു സാധനം എനിക്കത് തീരെ പിടിച്ചില്ലായിരുന്നു. എനിക്കറിയാം ഇത് ഫോക്കസ് ചെയ്യുന്നത് ബേസിക്കലി കുട്ടികളെയാണ്. ഈ സിനിമ ഒരു ഓഫാബി അല്ലെങ്കിൽ നമ്മുടെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ടൈപ്പ് ഒരു സാധനമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, മാജിക് ഒക്കെ പോലെ. പക്ഷേ പേഴ്സണലി മാജിക്കിൻ്റെ 3D ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സിനിമ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഓഫാബി വൺ ഓഫ് മൈ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മൂവീസാണ്. അതിൽ ഒരു അതിനെ കിടപിടിക്കാൻ വേറെ പടം വന്നിട്ടില്ല മലയാളത്തിലുള്ളതാണ്. ഒന്നാമത് അങ്ങനത്തെ പടങ്ങൾ വേറെ ഇറങ്ങിയിട്ടില്ല. ഓഫാബി കാണാത്തവർ ഇനിയെങ്കിലും എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ കണ്ടു നോക്കുക. അത് ശരിക്കും തിയേറ്ററിൽ കാണേണ്ട പടമായിരുന്നു. അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ച്. പിന്നെ ഇന്ത്യൻ സിനിമ, മലയാളമല്ല ഇന്ത്യൻ സിനിമയെ തന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. സ്പേസ് ജാമൊക്കെ എടുത്തേക്കണ ഒരു രീതിയിൽ, അതായത് ഒറിജിനൽ ആളുകളും ഉണ്ട് അതിനകത്തേക്ക് ആനിമേറ്റഡ് മറ്റേ എന്താ പറയുക, ഇപ്പം ആനിമെട്രോണിക്സ് രീതിയിലുള്ള സംഭവങ്ങളൊക്കെ. ആനിമെട്രോണിക്സ് എന്നല്ല, ശരിക്കും പറഞ്ഞാൽ മോഷൻ ക്യാപ്ചർ വെച്ച് എടുത്തൊരു പടമായിരുന്നു. അങ്ങനെ എന്നാൽ ആലോചിക്കണം, അത് എന്നാണെന്നുള്ള കൂടി 90s കാര്യം ആലോചിക്കണം. പിന്നെ നമ്മുടെ മൈ ഡിയർ കുട്ടിച്ചാത്തനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് സംഭവം എന്ന് പറയുന്നത്. ഇന്ത്യയെ തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു പടമാണ്. അത് സംവിധാനം ചെയ്ത മനുഷ്യരായിരുന്നു ഈ സിനിമയുടെയും തിരക്കഥാകൃത്ത് ആദ്യമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ പുള്ളിയായിട്ട് എന്തൊക്കെയോ ക്രിയേറ്റീവ് ഡിഫറൻസസ് ഒക്കെ വന്നിട്ട് അവസാനം പുള്ളി ഇതിൽ നിന്ന് മാറി. പിന്നെ പൃഥ്വിരാജ് നേരത്തെ ഉണ്ടായിരുന്നു. പൃഥ്വിരാജിനെ വെച്ചിട്ട് കുറച്ച് സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൃഥ്വിരാജ് ആടുജീവിതത്തിൻ്റെ സ്കെഡ്യൂൾ കാരണം ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് ഇതിൽ നിന്ന് ഒഴിവായത്. ആ സീൻസൊക്കെ ഷെൽവ് ചെയ്തിട്ട് ഇപ്പോൾ തിരക്കഥ തന്നെ മാറ്റി എഴുതി വേറെ രീതിയിലൊക്കെ ചെയ്തേക്കണമെന്ന് പറഞ്ഞ് എന്തൊക്കെ ചെയ്താലും സാധനം നന്നായി മതി. ഞാൻ എങ്ങനെയാണ് കാണുന്നത്. അല്ലെങ്കിൽ സിനിമ വന്നു കഴിഞ്ഞിട്ട് ഇത് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യണമെങ്കിൽ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓഡിയൻസ് എന്തായാലും പറയും വെറുതെ അല്ല പൃഥ്വിരാജ് ഇതിൽ നിന്ന് എന്താണ് പോയത്, അല്ലെങ്കിൽ വെറുതെ അല്ല ജിജോ പൊന്നൂസ് ഇതിൽ നിന്ന് പോയെന്നുള്ള രീതിയിലുള്ള ഡയലോഗൊക്കെ കേൾക്കേണ്ടി വരും. അങ്ങനെ എനിക്ക് പോലും പറയാതിരിക്കാനുള്ള ഇട വരുത്തട്ടെ എന്നൊക്കെയാണ് ഞാൻ മനസ്സുകൊണ്ട് കാണുന്നത്. ഒരുപാട് ഹൈപ്പ് ഞാൻ ഈ സിനിമയ്ക്ക് എൻ്റെ മനസ്സിൽ ഞാൻ കൊടുക്കുന്നില്ല. നമ്മുടെ ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ളതല്ലാതെ ഞാൻ അതിൽ കൂടുതൽ വേറെ പ്രതീക്ഷകളൊന്നും വെക്കുന്നില്ല. കാരണം പ്രതീക്ഷ വെച്ച് നിരാശനായി കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല. പ്രതീക്ഷ ഉള്ളത് ലൂസിഫർ 2 ആയിട്ടുള്ള എമ്പുരാനിലാണ്. അത് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ടും അത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാവും എന്നുള്ള എവിടെയൊക്കെ ഉള്ളിൽ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമ നന്നായാൽ വളരെ നല്ലത്, അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ BTS കണ്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഫുട്ടേജ് കാണിച്ചായിരുന്നു. കുറച്ച് ഫുട്ടേജ് ഇൻ ദ സെൻസ് ബിഹൈൻഡ് ദ സീൻസ് സാധനങ്ങൾ കാണിച്ചായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റിൽസ് കാണിച്ചായിരുന്നു. സ്റ്റിൽസൊക്കെ ഭയങ്കര
ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. ആരാണ് ആ സ്റ്റിൽസ് എടുത്തേക്കണതെന്ന് അറിയില്ല. എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഇതൊക്കെയാണ് എനിക്ക് ആ ഒരു ഈ ഇപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് മണിക്കൂർക്ക് മുന്നേ വന്ന BTS ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എനിക്കതാണ്. പക്ഷേ BTS വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു ആനിമേഷൻ തുടക്കം കാണിച്ച് അത് കണ്ടപ്പോൾ എവിടെയൊക്കെയോ എനിക്ക് LJP വഴി പഠിച്ച് ഈ ആമയിൽ മറ്റേ ഇങ്ങനെ ഒരു ആനിമേഷൻ രീതിയിൽ ഇങ്ങനെ ഒരു സാധനം കാണിക്കൂലേ, അതുപോലത്തെ ഒരു സാധനം. പക്ഷെ എന്നാൽ ആ ഒരു ക്വാളിറ്റി വന്നിട്ടുള്ളൂ. ഇത് പർപ്പസ്ഫുള്ളി ഒരു വേറെ രീതിയിൽ, അതായത് എവിടെയൊക്കെയോ കണ്ട പോലത്തെ ടൈപ്പ് ഒരു സാധനം. ചില പഴയ ഡിസ്നി മൂവീസ് കാണുമ്പോഴൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു സാധനമൊക്കെ കാണിച്ചായിരുന്നു. എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. അത് കൺവേ ഉദ്ദേശിച്ച കാര്യം എനിക്ക് കാര്യമായിട്ട് മനസ്സിലായില്ല. ഒരു ഡ്വാഫ് പോലത്തെ ഒരു ക്യാരക്ടർ വന്നിട്ട് ഈ നമ്മുടെ ഭൂതമായിട്ട് അഭിനയിക്കുന്ന ലാലേട്ടനാണ് ഇതിനകത്ത്. അപ്പോൾ ആ ഭൂതം ക്യാരക്ടറിൻ്റെ സ്കെച്ച് ഒരു കാർട്ടൂണിഷ് ഇമേജിൽ കാണിക്കുന്നുണ്ട് ആനിമേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരു ആൾ വരും, ആളുടെ തലേന്ന് സൂചി ഊരും, സൂചി കുത്തും. സൂചി വരുമ്പോൾ ആൾ പറക്കാൻ തുടങ്ങും, സൂചി തുമ്പോൾ തിരിച്ച് നിലത്തിറങ്ങും. എനിക്ക് സത്യം പറഞ്ഞത് എന്താണെന്ന് പോലും കാര്യമായിട്ട് മനസ്സിലായില്ല. ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. എന്തായാലും എനിക്കത് പേഴ്സണലി അത് ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ലാലേട്ടന് ഡ്യുവൽ റോൾസ് ആണ്. അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഡിഗാമ തമ്പുരാൻ, അതായത് വാസ്കോ ഡിഗാമയായിട്ട് നമ്മുടെ ലാലേട്ടനും അത് ആ വാസ്കോ ഡിഗാമയുടെ നിധി കാക്കുന്ന ഭൂതമായിട്ട് നമ്മുടെ ലാലേട്ടൻ, അങ്ങനെ 2 റോളെന്തോ ആണ് ഇതിനകത്തുള്ളത്. എന്തൊക്കെയായാലും ശരി, സംഭവം നല്ല മതി, അത്ര എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇതിന് മുന്നേ മോൺസ്റ്റർ കണ്ടിറങ്ങിയപ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ആറാട്ട് കണ്ട് ഇറങ്ങിയപ്പോഴോ അതും അല്ലെങ്കിൽ എലോണൊക്കെ കണ്ടിറങ്ങിയപ്പോൾ ഉള്ള ആ ഒരു മാനസികാവസ്ഥയിൽ എന്നെ കൊണ്ടൊന്ന് എത്തിക്കരുതെന്ന് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ വേറെ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇതൊരു നല്ല പടം ആയിക്കഴിഞ്ഞാൽ ഇത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയോ അത് ഉറപ്പാണ്. കാരണം ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയും കൂടി ആയതുകൊണ്ട് തന്നെ ഇതൊരു ഇന്റർനാഷണൽ സ്റ്റഫ് പോലത്തെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഇത് പ്രേക്ഷകരെ രസിപ്പിക്കാൻ പറ്റുന്ന ഒരു പടമാണെങ്കിൽ പിന്നെ പറയേണ്ട, സാധനം പിടിച്ചാൽ കിട്ടൂല. ലാലേട്ടൻ്റെ തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പടങ്ങൾ പോലും നല്ല രീതിയിൽ കളക്ഷൻ നേടാറുണ്ട്. അപ്പോൾ ഇതൊരു ആക്സെപ്റ്റ് ചെയ്ത പടമാകുമ്പോൾ പിന്നെ പറയേണ്ട, സാധനം കയ്യിൽ നിന്ന് പോകും, അത് ഉറപ്പാണ്. എന്തായാലും നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നു. അല്ലാതെ അതിനപ്പുറം ഞാൻ ഒരുപാട് ഹൈപ്പ് മനസ്സിൽ കൊണ്ടു കിടക്കുകയോ അല്ലെങ്കിൽ ഭയങ്കര പ്രതീക്ഷകളൊന്നും ഞാൻ ഈ സിനിമയ്ക്ക് വെക്കുന്നില്ല. കാരണം അങ്ങനെ പ്രതീക്ഷ വെച്ചിട്ട് അതിനൊത്ത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഇതാവും. എന്തായാലും ലാലേട്ടൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അത് നന്നായി വരട്ടെ. എല്ലാവിധ ഭാവങ്ങളും ഈ സിനിമയ്ക്ക് നേരുന്നു. ഈ സിനിമ എന്നാ റിലീസെന്ന് പോലും എനിക്കറിയില്ല, അതിനകത്തൊന്നും കാണിച്ചില്ല. പിന്നെ ഇത് പാൻ ഇന്ത്യൻ പടമാണ്, ഇത് മാസ് പടമാണ്, വേറെ ലെവൽ അവതാരമാണ്, അപരാധമാണ് എന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ ഫാൻസ് ഷോ എന്നും പറഞ്ഞ് കുറേ ടീമുകൾ വന്ന് ഈ സിനിമ ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കരുതെന്നൊരു റിക്വസ്റ്റും കൂടി എനിക്കുണ്ട്. ഇതൊരു സാധാരണ ഒരു ഫാൻറ്റസി ഫാമിലി എസ്പെഷ്യലി ഒരു എന്താ കുട്ടികളുടെ ടൈപ്പ് ഓഫ് പടമായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. അല്ലാണ്ട് ഇത് മറ്റേ അടിച്ചാത്താങ്ങ മട്ട ലെവൽ സാധനമൊന്നും അല്ലായിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും എന്ത് തന്നെയാണെങ്കിലും പടം നന്നായാൽ മതി. ഇനി ഒരുപാട്, അതായത് 100 പ്രതീക്ഷ അവസാനം 80 കിട്ടിയാൽ പോലും അതിനെ 10 പറയുന്ന ലെവലിലേക്ക് വരരുതെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് മുന്നേ വന്ന മലയക്കോട്ട വാലിബന് ആ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരു സംഭവം പ്രതീക്ഷിച്ചു ചെന്നു, പക്ഷെ അത് കിട്ടിയില്ല. മേക്കിംഗ് അടിപൊളിയായിരുന്നു, സൗണ്ടൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും ആ ഒരു സംഭവം കിട്ടാനോട് വളരെ നിരാശയിലേക്ക് പോയി. അതേസമയം ഒരു പ്രതീക്ഷയില്ലാതെ പ്രായമായിട്ടുള്ള എൻ്റെ അമ്മ ഉൾപ്പെടെ വെളിച്ചനും വെല്ലുമ്മ ആ ഒരു ഏജിലുള്ള ആൾക്കാർ പോയി സിനിമ കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പ്രതീക്ഷയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഈ പടത്തിന് ഒരു പ്രതീക്ഷയും വെക്കുന്നില്ല. എന്തായാലും നന്നായി വരട്ടെ, എത്ര പറയാനുള്ളൂ. ഇതിൻ്റെ ട്രെയിലർ അടുത്ത് തന്നെ വരുമായിരിക്കും. ഒറ്റ ഒരു കാര്യം മാത്രമുള്ളൂ, ആ ലെവൽ ഡയലോഗ്, ആ ഒരു നാടകം ലെവൽ ഡയലോഗിനകത്ത് ബാലയ ലെവൽ ഡയലോഗ് ഇല്ലാതിരുന്നാൽ വളരെ നല്ലതായിരിക്കും. അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ലത്. അതിനുള്ള എല്ലാ ക്ലൂസും കമൻറ്റ് ബോക്സ് എടുത്ത് ഇതിന് മുന്നേ ഇറങ്ങിയ, വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ആ ഒരു ടീസർ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ലാലേട്ടൻ ഉൾപ്പെടെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ആൾക്കാർക്ക് അത് പിടിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് തിരുത്തിയാൽ വളരെ നല്ലത്. എന്ന് ഒരു നടനോ ഡയറക്ടറോ ആരെങ്കിലും ഫീഡ്ബാക്സ് എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ട് പോസിറ്റീവായിട്ട് അവരുടേതായ ക്രിയേഷനിലേക്ക് ഉൾക്കൊള്ളി ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നോ അന്ന് നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലത് വരട്ടെ, അത്രേ പറയാനുള്ളൂ. കണ്ടെടുത്തോളം ഒരു ഫേബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഫേബിൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മൈക്രോസോഫ്റ്റിൻ്റെ ഗെയിമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ അവിടെ വെച്ചത്. മറ്റേ സാധനം എങ്ങാണ്ട് എടുത്ത് വെച്ചാൽ ചിലപ്പോൾ സ്ട്രൈക്ക് അടിച്ചങ്ങ് തരും. അത് ഉപയോഗിച്ചു ഇത് ഉപയോഗിച്ചു, ഇപ്പോൾ പോസ്റ്ററിന് വരെ സ്ട്രൈക്ക് തരും. അങ്ങനത്തെ ടീമാണ്. നമ്മളുള്ള കാര്യം പറഞ്ഞാൽ പിന്നെ പറയണ്ട, അത് തീരെ പിടിക്കത്തുമില്ല. സിനിമക്കാരെങ്ങനെ ഭയങ്കര സെൻസിറ്റീവാണ്.
എന്തായാലും പോട്ടെ, ടാറ്റ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പാടില്ല, നടുവിരൽ നമസ്കാരങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്യാരക്ടർ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്, നിങ്ങൾ അങ്ങനെ മുദ്ര കുത്തുന്നതാണ് കേട്ടോ, മറക്കരുത് ആ കാര്യം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്.